അനാഥയായ ഹൈഡി എന്ന പെൺകുട്ടിയെ അവളുടെ ആൻറ്റി മലമുകളിൽ താമസിക്കുന്ന അവളുടെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് താമസിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ആളുകളുമായിട്ട് അധികം ഇടപെടാത്ത അല്പം പരുക്കൻ സ്വഭാവക്കാരനായ മുത്തശ്ശൻ സ്വിറ്റ്സർലാൻഡിലെ മഞ്ഞു മൂടിയ പ്രകൃതി രമണീയമായ മലനിരകളിലാണ് താമസിച്ചിരുന്നത്. ഹെയ്ഡി എത്തിയതോടെ മുത്തശ്ശൻ്റെയും അവിടെയുള്ള ആടുകളെ മേയ്ക്കുന്ന പീറ്റർ എന്ന കുട്ടിയുടെയും അതുപോലെ അവരുടെ ചുറ്റുമുള്ള ആളുകളുടെയും ഒക്കെ ജീവിതത്തിൽ വലിയ മാറ്റം വരുന്നു. ഹാപ്പി ആയിട്ട് അവിടെ അവരുടെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന ഹെയ്ഡിയുടെ ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം ആൻറ്റി വീണ്ടും വരുന്നു. എന്നിട്ട് പണക്കാരിയും എന്നാൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ക്ലാരയ്ക്ക് കൂട്ടായിട്ട് അവളെ ഫ്രാങ്ക്ഫർട്ട് എന്ന നഗരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ക്ലാരയെ ഹൈഡിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ തൻ്റെ മുത്തശ്ശനെയും മലമുകളിലുള്ള വീടിനെയും ഒക്കെ അവൾ അതിയായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുത്തശ്ശൻ്റെ അടുത്തേക്ക് തിരികെ എത്താൻ ഹെയ്ഡി എങ്ങനെ ശ്രമിക്കുന്നു, അതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം മനുഷ്യരുടെ ജീവിതത്തിൽ എത്ര മനോഹരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്നൊക്കെ ഹൃദയസ്പർശിയായിട്ട് അവതരിപ്പിച്ച ഒരു കഥയാണ് ജോഹന്ന സ്പൈരി എഴുതിയ ഹെയ്ഡി. ഈ കഥ വായിച്ചു കഴിഞ്ഞാൽ നമ്മളിലൊരു നല്ല പോസിറ്റിവിറ്റിയും സന്തോഷവും ഒക്കെ സ്വാഭാവികമായി നിറയുന്നതായി തോന്നും. ഈ പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ലഭ്യമാണ്. നിങ്ങളുടെ സ്കൂൾ ലൈബ്രറി പോലും ഈ പുസ്തകം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിനാൽ എല്ലാവരും ഈ പുസ്തകം വായിച്ച് സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവെക്കണം. ഓൺലൈനായിട്ട് ആർക്കെങ്കിലും ചെക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നതാണ്. എന്നാൽ എപ്പോഴും പറയുന്നത് പോലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും റിവ്യൂ ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം പുസ്തകങ്ങൾ വാങ്ങിക്കാം.